ഗൈസ്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈസ്റ്റ് ബംഗാളിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് ഏതെങ്കിലും ടീമുകളെ പറ്റി ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പം പല ടീമുകളെ പറ്റിയിട്ടും ഒരു ഒട്ടുമിക്ക ടീമുകളെ പറ്റിയിട്ടും ഈ പറഞ്ഞ ഒരു സീസൺ റിവ്യൂ നിലയ്ക്ക് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒഡീഷ എഫ് സിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വിഷയം. അങ്ങനെ ചോദിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം സെർജിയോ ലൊബേറ എന്ന് പറയുന്ന പരിശീലകനാണ് അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന് ഒരു വലിയ സക്സസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള ക്ലബ്ബുകളൊക്കെ പ്ലേ ഓഫിൽ കളിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഒരു ചരിത്രമായിരുന്നു. പ്ലേ ഓഫിൽ മാത്രമല്ല, ടോപ്പ് 4 താഴേക്ക് ഒരിക്കലും പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒഡീഷ എഫ് സിയിൽ അദ്ദേഹം വന്നിട്ട് 4ാം സ്ഥാനത്തേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അവർ 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 33 പോയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് അവർക്ക് ഒരു സ്പോട്ട് നഷ്ടമാകുന്നത്, പ്ലേ ഓഫ് സ്പോട്ട് നഷ്ടമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സീസൺ തന്നെ എന്ന് നമുക്ക് വിശേഷിക്കാം. എസ്പെഷ്യലി ലൊബേറെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു തരത്തിൽ തന്നെ പറയാം. കാരണം കഴിഞ്ഞ സീസണൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് മുന്നത്തെ സീസണാണ് അവർ സൂപ്പർ കപ്പ് വിജയിക്കുന്നത്. ഈ കഴിഞ്ഞ സീസണിലും സൂപ്പർ കപ്പിൽ അവർക്ക് ഫൈനലിൽ എത്താനായിട്ട് സാധിച്ചിരുന്നു. മാത്രമല്ല, അവരതുവഴി കഴിഞ്ഞ സീസണിൽ AFC കപ്പ് മത്സരങ്ങളൊക്കെ കളിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ISL ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ ആദ്യമായിട്ട് സെമി ഫൈനൽ കളിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ വന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയായിരുന്നു. മാത്രമല്ല, ഒരുപാട് നല്ല സൈനിങ്സും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹ്യൂഗോ ബോമസിനെ എത്തിച്ചത്. അതുപോലെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കിയ കമൽജിത്തിനെ കൊണ്ടുവന്നു, സേവിയ ഗാമെ കൊണ്ടുവന്നു, രോഹിത് കുമാറിനെ കൊണ്ടുവന്നു, റഹീം അലിയെ കൊണ്ടുവന്നു, രാഹുൽ KPയെ കൊണ്ടുവന്നു. അങ്ങനെ നല്ല സൈനിങ്സും ഒക്കെ നടത്തിയതാണ്. പക്ഷേ അതൊന്നും അവർക്ക് ഒരു എഫക്റ്റീവായിട്ട് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വാഡ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ച കാര്യമാണ്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്ത് സെർജിയോ ലൊബേറയും അവരുടെ അറ്റാക്കിംഗ് നിരയുമാണ് എന്നുള്ളതാണ്. കാരണം റോയ് കൃഷ്ണ, ഡീഗോ മൗറീഷ്യോ എന്നീ താരങ്ങൾ, അല്ലെങ്കിൽ ഇസാക്കിനെ പോലുള്ള താരങ്ങളൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും അവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അവർ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന പ്ലേയേഴ്സ് ആണെന്നുള്ളതാണ്. അതിനോടൊപ്പമാണ് ഹ്യൂഗോ ബോമസ് എന്ന് പറയുന്ന താരം കൂടി ആഡ് ആകുന്നത്. അപ്പോൾ അവർക്ക് അതൊരു എക്സ്ട്രാ എനർജി ആയിട്ട് മാറും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. പക്ഷേ അവർക്ക് ഒരു പണി കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയ് കൃഷ്ണയുടെ ഒരു ഇഞ്ചുറിയാണ്. സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ റോയ് കൃഷ്ണ ഇഞ്ചുറിയായി റൂൾഡ് ഔട്ട് ആയി പോകുന്ന സാഹചര്യം വന്നു. അതിന് പകരം വന്ന ഡോറി അത്ര ഒരു മികച്ച പ്രകടനമൊന്നും അല്ല നടത്തിയത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഡീഗോ മൗറീഷ്യോയുടെ പ്രകടനവും ബോമസിൻ്റെ പ്രകടനമൊക്കെ ഇമ്പ്രസീവ് ആയിരുന്നു. അവർ ഈ സീസണിൽ 44 ഗോളുകളാണ് അടിച്ചത്. അതായത് 24 മത്സരങ്ങളിൽ 44. കഴിഞ്ഞ സീസണിൽ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 2 മത്സരങ്ങൾ കുറച്ച് 35 ഗോളുകളാണ്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്പർ ഓഫ് ഗോൾസ് ലീഗ് സ്റ്റേജിൽ ഒഡീഷ എഫ് സിക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആ ഒരു അറ്റാക്കിങ്ങിലെ പ്രശ്നമല്ല അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ബാധിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇനി ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ 23 ഗോളുകളാണ് കൺസീഡ് ചെയ്തെങ്കിൽ ഈ സീസണിലേക്ക് വരുമ്പോൾ 37 ഗോൾസാണ് അവർ കൺസീഡ് ചെയ്തത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഡിഫെൻസീവ്ലി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ഈ ഒരു സ്ക്വാഡ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എസ്പെഷ്യലി റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു പ്ലെയർ ഇല്ല എന്നുള്ള കാര്യം, സെൻട്രൽ ബാക്കിലെ പ്രശ്നങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഇനി വീക്ക്നെസ് ഓർ കൺസേൺസ് എന്ന നിലയിൽ പറയേണ്ടത്, ഒരു നല്ല ഇന്ത്യൻ സെൻട്രൽ ബാക്കിൻ്റെ പ്രൂവ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സെൻട്രൽ ബാക്കിൻ്റെ ഒരു അഭാവമുണ്ട്. പ്രത്യേകിച്ച് ഈ ബോമസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ബോമസ്, മൗറീഷ്യോ അല്ലെങ്കിൽ ഡീഗോ റോയ് ഇവർ 3 പേരിൽ 2 പേരൊക്കെ കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സെൻട്രൽ ബാക്കിൻ്റെ ഒരു ഇന്ത്യൻ പ്ലെയർ എന്താണ് യൂസ് ചെയ്തത്? അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉറപ്പായിട്ട് നേരിടുന്നുണ്ട്. പിന്നെ റൈറ്റ് ബാക്കിൽ നല്ലൊരു ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവിടെയും ചില ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പം അമരീന്ദർ സിംഗ് നല്ലൊരു ഗോൾ കീപ്പറാണ്, നാഷണൽ ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിന് ഈ സീസണിൽ ആകപ്പാട് 4 ക്ലീൻ ഷീറ്റ് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ സീസണിൽ 9 ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയുള്ള താരമാണ്. അതുപോലെ കാർലോസ് ഡെൽഗാഡോ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നൊരു ഡിഫൻഡറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ സീസൺ ഒന്ന് ഡിപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്പർ ഓഫ് മിനിറ്റ്സ് അതുകൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. കൂടുതലും മൊത്തം ഫോളാണ് കളിച്ചത്. ഫോളിൽ ലാസ്റ്റ് സീസണേക്കാൾ ബെറ്റർ ആയിരുന്നു. ഗോൾസ് 5 എണ്ണമൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ ഫോളിൻ്റെ ഒരു നിഴൽ പോലും ഉള്ളൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സെൻട്രൽ ബാക്കിൻ്റെ അഭാവം. തോയ്ബ സിംഗ് ആണ് പലപ്പോഴും അവിടെ കളിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ബേസിക്കലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ്, അതിനാണ് ആപ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം. വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ വിങ് ബാക്സിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. റഹീം അലിക്കാണ് പിന്നീട് റൈറ്റ് ബാക്കിലൊക്കെ കളിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ജാഹുവിൻ്റെ കാര്യം പറയാമല്ലോ. ജാഹുവിനെ സംബന്ധിച്ചിടത്തോളം ISL അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഒരു മോശം സീസണായിരുന്നു ഇത്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ക്ലബിൽ നിന്ന് മുങ്ങുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ അവരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ 7ാം സ്ഥാനത്ത് മാത്രമായി പോയി എന്നുള്ളതാണ്.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൊബേറയ്ക്ക് ഇനിയും കോൺട്രാക്റ്റ് ഉണ്ട്. ലൊബേറ ഒരിക്കലും വിട്ട് കളയണമെന്നുള്ളൊരു അഭിപ്രായമില്ല. ഒരു സ്ക്വാഡിൽ കൃത്യമായുള്ള റീവാമ്പ് നടത്തണം. ഇപ്പം വിദേശ താരങ്ങളായിട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഡീഗോയോ ഹ്യൂഗോയോ ഒക്കെ നിലനിർത്തി ബാക്കി താരങ്ങളെയൊക്കെ പുതുതായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ഡിഫൻസിൽ മൊത്തത്തിലൊരു ചേഞ്ച്, ഇന്ത്യൻ താരങ്ങളിലും വിദേശ താരങ്ങളൊക്കെ മൊത്തം ഒരു ചേഞ്ച് നടത്തി ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഒഡീഷയ്ക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വയസ്സൻ പട എന്നൊക്കെ ഈ സീസൺ തുടങ്ങുന്നതും കഴിഞ്ഞ സീസൺ തുടങ്ങിയപ്പോൾ പലപ്പോഴും പറഞ്ഞതാണ്. സത്യത്തിൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്പ് സംഭവിച്ചത് എല്ലാവർക്കും എല്ലാ കാലവും ഒരേപോലെ കളിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പം ഡെൽഗാഡോയുടെ കാര്യത്തിലും ഫോളിൻ്റെ കാര്യത്തിലും ജാഹുവിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത് എന്നുള്ളതൊരു ഫാക്ടർ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം ഇനിയും നമുക്ക് ഈ പറഞ്ഞൊരു സീസൺ റിവ്യൂ ആയിട്ട് മറ്റ് ടീമുള്ള കാര്യങ്ങളായിട്ടൊക്കെ എത്താം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സനിയ.